സാറേ, വ്യാപാര കരാറിലൂടെ ട്രംപ് ഇന്ത്യയെ വരുതിയിലാക്കിയോ? ഇന്ത്യക്ക് കോട്ടമാണോ ഈ കരാർ? നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് ട്രംപ് ഈ ചുങ്കം ഏർപ്പെടുത്തുന്നതിന് മുമ്പ് അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റി അയച്ചിരുന്ന ഉൽപ്പന്നങ്ങൾക്ക് എല്ലാം കൂടി ചുമത്തിയിരുന്ന തീരുവ 3% അപ്പോൾ അങ്ങനെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ വളരെയധികം അവിടെ അംഗീകരിക്കപ്പെടുകയും വിറ്റഴിക്കപ്പെടുകയും ചെയ്തിട്ടുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദ്യം അദ്ദേഹം 25% ചുങ്കം ഏർപ്പെടുത്തി. പിന്നെ അത് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ 50% ഉയർത്തി. അങ്ങനെ ഈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഈ വ്യാപാര കരാറിനെ കുറിച്ചൊക്കെ ചർച്ച നടത്തിയിട്ടാണ് ഒരു സുപ്രഭാതത്തിൽ ട്രംപ് അർദ്ധരാത്രി പ്രഖ്യാപിക്കുകയാണ്, ഞാനിതാ ഇന്ത്യ അമേരിക്കയുമായിട്ട് കരാർ ഒപ്പിട്ടിരിക്കുന്നു. എങ്ങനെ ഒരു കരാർ ഒപ്പിടുന്നത്? ഒരു കരാർ ഒപ്പിടുന്നത് 2 രാജ്യങ്ങൾ പരസ്പരം ചർച്ച നടത്തുകയും ആ 2 രാജ്യങ്ങളുടെ പ്രതിനിധികൾ, അത് ധനകാര്യമന്ത്രിയാവട്ടെ അല്ലെങ്കിൽ വ്യാപാര മന്ത്രിയാവട്ടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാരാവട്ടെ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ചാണ് പ്രഖ്യാപനം നടത്തുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? അമേരിക്കൻ പ്രസിഡന്റ് അർദ്ധരാത്രി പറയുകയാണ്, ഞാനിതാ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഒപ്പിട്ടിരിക്കുന്നു. ഇനി മുതൽ അമേരിക്കയുടെ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അതായത് 99% പിന്നെ ഉൽപ്പന്നങ്ങൾക്കും 0 തീരുവ. അതായത് അമേരിക്കയിൽ നിന്ന് എന്ത് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വന്നാലും അതിനൊന്നും തീരുവയില്ല. എന്നാൽ ഇന്ത്യയിൽ നിന്ന് നേരത്തെ 3% തീരുവ ചുമത്തി നമ്മൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇനി മുതൽ 18% തീരുവ ഞാൻ ഏർപ്പെടുത്തുമെന്ന് പറയുന്നു. ഇത് നഷ്ടമല്ലെങ്കിൽ പിന്നെന്താ ഇതിൻ്റെ അർത്ഥം? ഇതിനെയാണ് ഒരു സന്ദർഭത്തിലൂടെ പറയുന്നിട്ട് മോഡിയുടെ മുമ്പിൽ ട്രംപ് മുട്ടുമടക്കി. ആരുടെ മുട്ട മടങ്ങിയത്? നമ്മുടെ കർഷകരുടെയും നമ്മുടെ ഡയറി ക്ഷീര കർഷകരുടെയും ഒക്കെ കടയ്ക്ക് കത്തിവെക്കുന്ന തരത്തിലുള്ള മുഴുവൻ കാർഷിക ഉൽപ്പന്നങ്ങളെയും നമ്മുടെ രാജ്യത്തിലേക്ക് കടത്തിവിട്ടുകൊണ്ട് അവരുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്ന 60% ജനങ്ങൾ കാർഷിക മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന രാജ്യത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലെ വലിയ സബ്സിഡിയും സഹായവും നൽകി ചെലവ് കുറഞ്ഞ്, അതുകൊണ്ട് തന്നെ ചെലവ് കുറഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആരുടെ നട്ടെല്ലാണ് ഒടിയാത്തത്? അപ്പോൾ അങ്ങനെ ആ തരത്തിൽ നമ്മുടെ കാർഷിക മേഖലയെ ട്രംപിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് മുട്ടുമടക്കി മാറി നിൽക്കുന്ന ഒരു ഭരണകൂടമായിട്ട് ഇന്ത്യൻ ഭരണകൂടം മാറിയിട്ടുണ്ട്. അതാണ് ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ട്രംപ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കരാർ ട്രംപിൻ്റെ കരാറാണ്. ഇത് ഇന്ത്യ അമേരിക്ക കരാറെന്ന് പറയാൻ പറ്റില്ല. ട്രംപ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ കരാർ ട്രംപിന് ഗുണം ചെയ്യും. ട്രംപിൻ്റെ താല്പര്യങ്ങൾ ഗുണം ചെയ്യും. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് ഇപ്പോൾ നമുക്കറിയാം, ചില ഉൽപ്പന്നങ്ങളൊക്കെ മത്സ്യ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു, അല്ലെങ്കിൽ ചില കോട്ടൺ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ മാറ്റി നിർത്തിയാൽ നമുക്കറിയാമല്ലോ, ഈ ഇന്ത്യയുടെ ഈ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് ഇന്ത്യയുടെ സാധാരണക്കാരായിട്ടുള്ള കർഷകരല്ലേ. അവരുടെ ജീവിതത്തെ ഇല്ലാതാക്കിക്കൊണ്ട് എന്ത് സാമ്പത്തിക വളർച്ചയാണ് ഈ കരാറിലൂടെ നമ്മൾ നേടാൻ പോകുന്നത്? അതിൻ്റെ എന്ന് മാത്രമാണ് ഈ കരാറിൽ എന്താണ് ഉള്ളത് എന്ന് കൃത്യമായി പറയാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? പാർലമെൻറ്റ് ഇതിന് തുറന്ന് അക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ലോക്സഭയിൽ ഇതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വിശദമായി? അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിലെന്തൊക്കെയോ ഒളിച്ചു വെക്കാനുണ്ട്. അതല്ലെങ്കിൽ നട്ടെല്ലാം നിവർന്ന് നിന്നുകൊണ്ട് ഇതിനെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയാനുള്ള ശേഷി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതാണിത് നമ്മൾ കാണുന്നത്. ഇന്ത്യ അമേരിക്ക കരാറിൽ നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ അഭിമാനത്തെയും ഇന്ത്യയുടെ അന്തസ്സിനെയും ഇന്ത്യക്കാരുടെ താല്പര്യങ്ങളെയും അടിയറ വെച്ചിരിക്കുന്ന ഒരു കരാറാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ.